ITV ന്യൂസിന്റെ ജനങ്ങളിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ വിഷയം പൂക്കി മുഖ്യമന്ത്രി VD സതീശൻ. അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങൾ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഈ 3 മാസ കാലയളവിൽ അദ്ദേഹത്തിനെ കുറിച്ച് ജനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരോട് നമുക്ക് ചോദിക്കാം. ITV ന്യൂസിന്റെ ജനങ്ങളിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പരാതി പറഞ്ഞാൽ ഓടിയെത്തും. പരാതി പറഞ്ഞാൽ ഓടിയെത്തും. സാധനത്തിനൊക്കെ അതിഭയങ്കരമായ വില, അതൊന്നും കുറഞ്ഞിട്ടില്ല. ഓരോ ദിവസം കഴിയുന്നതോറും കൂടിക്കൊണ്ടിരിക്കുക. കാരണം അദ്ദേഹം കൊണ്ടുവന്ന നയങ്ങളും ശരിയല്ല. ഈ സ്ത്രീകൾക്കെല്ലാം വണ്ടി ഫ്രീ ആക്കി കൊടുത്തു. അത് ട്രാൻസ്പോർട്ടിന് ഭീമമായ നഷ്ടം വരുത്തി വയ്ക്കും. ഗോപിയെ നമ്മൾ ഉയർത്തി പറയണതല്ല, അദ്ദേഹം ചെയ്യേണ്ട കാര്യം അദ്ദേഹം വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു വിഭാഗത്തിനെ തൃപ്തിപ്പെടുത്താനായിട്ട് നോക്കിയാൽ മറുഭാഗം എതിരാവും. എല്ലാവരും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് നോക്കിയാൽ നല്ലത്. നമ്മുടെ പുതിയ മുഖ്യമന്ത്രി എങ്ങനെ ഉണ്ട്? മുഖ്യമന്ത്രി കയറിയല്ലേ ഉള്ളൂ. അയാള് ആ ഫീൽഡ് ഓക്കെ 3 മാസം നമ്മൾ 390 ഉള്ളൂ. 10-20 ദിവസം കൂടെ കൊടുക്കണം. കൊടുത്തിട്ട് 10-20 ദിവസം കൂടെ കൊടുത്തിട്ട് നമുക്ക് സംസാരിക്കാം. എന്നാൽ ഇപ്പോഴത്തെ പ്രവർത്തനം വെച്ചൊന്ന് വിലയിരുത്താൻ പറ്റും. വിലയിരുത്താറായില്ല. സമയമായില്ല. എങ്കിലും ഇപ്പൊ തന്നെ വെള്ളപ്പൊക്കം ഉണ്ടായി, പല കാര്യം കടലിൽ ആൾക്കാരെ കാണാതെ പോയി, പല കാര്യങ്ങൾക്കും ആക്റ്റീവായിട്ട് നിന്നാണെന്നാണ് അഭിപ്രായം. എന്നാലും പരാതി പറഞ്ഞാൽ ഓടിയെത്തും. പരാതി പറഞ്ഞാൽ ഓടിയെത്തും. വെള്ളപ്പൊക്കത്തിന് സമയത്തിന് എത്തിയില്ലെന്ന് പറഞ്ഞൊരു പരാതിയുണ്ട്. മറ്റേ ഒരു പൊന്നാനിയിൽ ഒരു ഇന്റർവ്യൂവിന് വിരുന്നിന് പോയെന്ന് പറഞ്ഞു. അവർക്ക് വലിയ പരാതി ഉണ്ടായിരുന്നു. സത്യം തന്നെ. ആരാണ് മുഖ്യമന്ത്രി എത്തിയില്ലെന്നുള്ളതാണ്. മുഖ്യമന്ത്രി എത്തിയില്ലെന്നുള്ളത്. അത് നിങ്ങൾ മുഖ്യമന്ത്രിയെ പറ്റിയാണല്ലോ ചോദിച്ചത്. അതുകൊണ്ട് അതിന്റെ മറുപടി മുഖ്യമന്ത്രി എത്തിയില്ല എന്ന് അവർക്ക് വലിയ പരാതി ഉണ്ടായിരുന്നു. എന്നാലും പൊതുവെയുള്ള കാര്യം നോക്കുമ്പോൾ നേരത്തെയുള്ള നമ്മുടെ മുഖ്യമന്ത്രിയായ ബഹുമാനപ്പെട്ട നമ്മുടെ പിണറായി വിജയൻ സാറ് തന്നെ ഒരു യാത്രയിൽ തന്നെ 100ഓളം വാഹനങ്ങൾ അല്ലെങ്കിൽ എത്രത്തോളം വാഹനങ്ങളുമാണ് യാത്ര ചെയ്തത്. ഇപ്പോൾ സാധാരണ ഒരാൾ അല്ലെങ്കിൽ ഒരു മന്ത്രി പോകുന്ന രീതിയിലാണല്ലോ പോണത്. അതിന് കാലക്രമേണ ഇദ്ദേഹം പറഞ്ഞതുപോലെ കുറച്ച് ദിവസം കഴിഞ്ഞാലേ അറിയാൻ പറ്റും. ആദ്യം 4ാമത്തെ ഗേറ്റ് തുറന്നിട്ടിരുന്നു, ഇപ്പോഴും തുറക്കണില്ല. എന്തുകൊണ്ടാണ് തുറക്കണം? എന്തുകൊണ്ടാണ്? അപ്പോൾ ഗ്രാജുവലായിട്ട് ആ സ്ട്രിക്റ്റ് വന്നുകൊണ്ടിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, എന്നാലും ആദ്യം തൊട്ടേ ഒരു 2 വാഹനത്തിന്റെ അകമ്പടിയോട് കൂടിയാണല്ലോ പോകുന്നത്. അപ്പോൾ അതൊക്കെ ഒരു സാധാരണ ഒരു മന്ത്രി ചെയ്യുന്ന രീതിയാണല്ലോ. അപ്പോൾ അതൊക്കെ മാറുമെന്നാണോ പറയുന്നത്? കാലക്രമേണ മാറും, നോക്കിക്കൊള്ളണം. കാലക്രമേണ അതൊക്കെ മാറും. എന്നാൽ ഈ 3 മാസത്തെ ഒരു ഭരണപരിഷ്കാരത്തിൽ എങ്ങനെയാണ് അഭിപ്രായം? ഇദ്ദേഹം പറഞ്ഞ പോലെ 3 മാസത്തിൽ ഒന്നും പറയാൻ പറ്റില്ല. ഒരു 3 മാസമെങ്കിലും ആവട്ടെ, ഒരു വർഷമെങ്കിലും ആവട്ടെ, എന്നാലേ അതിനെപ്പറ്റി എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റും. അതിനും വലിയ കുഴപ്പമില്ല, ഇല്ല. പക്ഷെ കുറച്ചുകൂടെ മെച്ചപ്പെടാനുണ്ട്. അത് എങ്ങനെ മെച്ചപ്പെടുത്തണമെന്നാണ് നമ്മുടെ ഇത് സാറും മുഖ്യമന്ത്രിയും കാണുന്ന ഒരു ചാനലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുക, അതെന്തെങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റുമെന്നുള്ളതാണ്. പല കാര്യങ്ങളിലും മെച്ചപ്പെടാനുണ്ട്. അതായത് ഫൈനാൻസിൻ്റെ പ്രശ്നമായിരിക്കും, അതുകൊണ്ടായിരിക്കും. സാധനത്തിനൊക്കെ അതിഭയങ്കരമായ വില, അതൊന്നും കുറഞ്ഞിട്ടില്ല. ഓരോ ദിവസം കഴിയുന്നതോറും കൂടിക്കൊണ്ടിരിക്കുക. ഈ പാവപ്പെട്ടവർക്ക് ജീവിച്ചു പോകണ്ടേ. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഒരു ഇതാണ് ഈ പ്രിയദർശിനി സർവീസ് കൊണ്ടുവന്നല്ലോ. അപ്പോൾ അതിലും ഒരുപാട് ആൾക്കാർക്ക് ഒരു അസംതൃപ്തിയുണ്ട്. അതിനെക്കുറിച്ച് എന്താണ്? അതെ, നമുക്കും അസംതൃപ്തിയുണ്ട്. കാര്യം ഈ പെണ്ണുങ്ങൾക്ക് മാത്രം, പെണ്ണുങ്ങൾ പറയുന്നത് പറഞ്ഞാൽ പെണ്ണുങ്ങളും ആണുങ്ങളും തുല്യരെന്നാണ്. പൊതുവെ അങ്ങനെയാണല്ലോ പറയുന്നത്. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പം ആണുങ്ങൾക്ക് തുല്യത ഇല്ല. മനസ്സിലായി? ഇപ്പോൾ പ്രിയദർശിനി ബസ് വന്ന കാരണം KSRTCയുടെ കാര്യം പുകയായി തുടങ്ങി. ഇത് എത്ര നാൾ പോകുമെന്നും പറയാൻ പറ്റില്ല. കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടുന്ന് അപ്പുറത്ത് പോകണമെങ്കിലും പെണ്ണുങ്ങൾ ഇതിലേക്ക് കയറുള്ളൂ. ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് അടുത്ത ബസ് സ്റ്റോപ്പിൽ പോകണം, ഇപ്പം ഈ ഫ്രീ ബസ്സിൽ കയറി പോകും. അപ്പോൾ എന്തായാലും ഈ ഒരു 3 മാസ കാലയളവിനുള്ള ഭരണപരിഷ്കാരങ്ങൾ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? സാമാന്യം ഭേദമില്ല. എൻ്റെ അഭിപ്രായം കൂടെ ഒന്ന് പറയൂ. 3 മാസമല്ലേ ആയുള്ളൂ, നമുക്ക് മുമ്പോട്ട് എത്ര നോക്കാം. എന്തായാലും കഴിഞ്ഞ സർക്കാരിനേക്കാളും കുറച്ച് മെച്ചമുണ്ടോ, എങ്ങനെയാണ്? വേറെ മുഖം നോക്കാതെ അഭിപ്രായം പറയണം. അത് ഇപ്പോഴത്തെ വില നിലവാരം വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സർക്കാരിനേക്കാളും മോശമായെന്നുള്ള അവസ്ഥയിലാക്കണം. സാധനങ്ങളുടെ വില വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഭയങ്കര വിലയായിട്ടുണ്ട്. അതിനൊക്കെ ഒരു കൺട്രോൾ വേണം. പിന്നെ ഭരണത്തിൻ്റെ കാര്യം പറയാറായില്ല,
അതാണ് എൻ്റെ യാഥാർത്ഥ്യം. അതാണ് നമ്മൾ കുറച്ച് പിച്ച വയ്ക്കുന്ന ആ ഒരു കാലഘട്ടം ആയതേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. അത് കുറച്ച് നാൾ കഴിഞ്ഞെങ്കിലേ അതിനെപ്പറ്റി ക്ലിയറായിട്ട് അറിയാൻ പറ്റുള്ളൂ. ആരുടെയൊക്കെ സ്വാധീനം മുഖ്യമന്ത്രിയുടെ മേക്ക് വരുമെന്നും അതൊക്കെ പോകെ അറിയാൻ പറ്റുള്ളൂ നമുക്ക്. പിന്നെ സാധനങ്ങളുടെ വില നിലവാരമൊക്കെ ഭയങ്കര പിടിച്ചാൽ കിട്ടാത്ത പരുവത്തിനാണ് പോകണം. അതിനൊക്കെ ഒരു കൺട്രോൾ ഉണ്ടായെങ്കിൽ നല്ലത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇപ്പോൾ ഭരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രിയോട് പറയുവാനുള്ള ഒരു അഭിപ്രായം എന്താണ്? കുറച്ചുകൂടെയൊക്കെ നോക്കിയും കണ്ടൊക്കെ നിന്നാൽ പുള്ളിക്ക് തന്നെ നല്ലത്, അത്രേ പറയുള്ളൂ. ഈ ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഓരോ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മുമ്പോട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ടാവും. മറ്റുള്ള ഘടകകക്ഷികൾ പല വിഭാഗക്കാരാണല്ലോ. ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ തൃപ്തിപ്പെടുത്താനായിട്ട് നോക്കിയാൽ മറുവിഭാഗം എതിരാവും. എല്ലാവരും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ നോക്കിയാൽ നല്ലത്. അപ്പോൾ എല്ലാവരെയും ഒരേപോലെ തുല്യമായി കണ്ട് മുന്നോട്ട് പോകണം എന്നാണ് അഭിപ്രായം. അതാണ് അഭിപ്രായം, അത് തന്നെയാണ് അഭിപ്രായം. അതേപോലെ തന്നെ നമ്മുടെ സർക്കാർ ആദ്യമായിട്ട് ആവിഷ്കരിച്ചതാണല്ലോ പ്രിയദർശിനി KSRTC സ്ത്രീകൾക്കുള്ള ഫ്രീ യാത്ര. അതേക്കുറിച്ച് എന്താണ് പറയുന്നത്? പ്രിയദർശിനി ബസ്സിൽ സൗജന്യം കൊടുക്കുന്നുണ്ട്, നമുക്ക് എതിരൊന്നുമില്ല. പക്ഷേ അർഹതയുള്ളവർ കൊടുക്കണമായിരുന്നു. അതവരൊരു കാൽക്കുലേഷൻ ഇല്ലാത്തൊരു പണിയായിപ്പോയി. അത് യഥാർത്ഥത്തിൽ അർഹതയുള്ളവർക്ക് അവർ കൊടുത്തോട്ടെ. ഈ 1.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന പെണ്ണുങ്ങൾക്കും കൊണ്ട് ഫ്രീ കൊടുക്കണമെന്ന് പറഞ്ഞാൽ വലിയ അർത്ഥമൊന്നുമില്ല. അവരാരെയും കൊല്ലല്ല കൊടുക്കണം. നമ്മളെല്ലാവരും കൂടെ ടാക്സ് പേ ചെയ്ത പൈസ എടുത്തിട്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് അവർ ചിന്തിക്കണം. ഇനിയിപ്പോൾ അതിൽ നിന്ന് മാറാൻ ഒരു ആനുകൂല്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മാറാനൊന്നും പറ്റത്തില്ല, വലിയ പാടാവും. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ സ്ത്രീകൾ പറഞ്ഞ ഒരു പരാതി ഇതിന് മുന്നേ ഞങ്ങൾ കേട്ടു. കാരണം ഒരുപാട് പേര് തിക്കി നിറച്ച് വാഹനത്തിൽ കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, വലിയ ദുരന്തം എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ വിഷയമാവുമെന്നും. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? സ്ത്രീകൾ, ആവശ്യമുള്ള സ്ത്രീകൾ മാത്രം കയറിയാൽ മതി. വെറുതെ ഈ നേരത്തെ പൈസ കൊടുത്ത് പോയപ്പം ഇല്ലാത്ത തിരക്ക് ഇപ്പം എങ്ങനെ ഉണ്ടായി? അപ്പോൾ ആവശ്യമുള്ളതും ഇല്ലാത്തതും യാത്ര ചെയ്യുന്നുണ്ട്. അതാണ് എൻ്റെ ഒരു കാര്യം. ആവശ്യം ഇപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് തിരുമല പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കില്ല, എന്നാൽ പോയേക്കെന്ന് വെച്ചാൽ കയറും. നേരത്തെ പൈസ കൊടുത്ത് പോകുമ്പോൾ അങ്ങനെ പോകില്ല. അതാണിപ്പോൾ ഈ തിരക്ക് വരാൻ ഒരു കാരണം അത് തന്നെയാണ്. അല്ല എന്താ കാരണം? നേരത്തെ ഈ ബസ്സൊക്കെ പൊയ്ക്കൊണ്ടിരുന്നതല്ലേ. പൈസ കൊടുത്ത് പോകുമ്പോൾ ഇല്ലാത്ത തിരക്ക് ഫ്രീ ആയപ്പോൾ എങ്ങനെ വന്നു? അപ്പോൾ ആവശ്യമില്ലെങ്കിൽ പോലും KSRTCയിൽ യാത്ര ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് എന്നുള്ളത് എന്നാണ് അഭിപ്രായം. അത് അത്രയാണ്. അങ്ങനെ ഉണ്ട്. എല്ലാവരും ഇല്ല, കുറച്ച് പേരുണ്ടാവും. വെറുതെ വീട്ടിലിരിക്കാൻ പഠിച്ച് ടൗണിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ച് പോകുന്നവരും ഉണ്ടാവും. പുതിയ സർക്കാർ അധികാരമേറ്റല്ലോ. നമ്മുടെ പൂക്കി മുഖ്യമന്ത്രി VD സതീശൻ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ ഉണ്ട്? VD സതീശൻ്റെ പ്രവർത്തനങ്ങൾ ഇതുവരെ മോശമാണ്. ഇതുവരെ മോശമാണ്. അങ്ങനെ പറയാൻ കാരണം? പറയാനും കാരണം അദ്ദേഹം കൊണ്ടുവന്ന നയങ്ങളും ശരിയല്ല. ഈ സ്ത്രീകൾക്കെല്ലാം വണ്ടി ഫ്രീ ആക്കി കൊടുത്തു. അത് ട്രാൻസ്പോർട്ടിന് ഭീമമായ നഷ്ടം വരുത്തി വയ്ക്കും. പൊതുവെ ട്രാൻസ്പോർട്ട് മുൻപൊക്കെ ശമ്പളം കൊടുക്കാൻ കാശില്ല, പെൻഷൻ കൊടുക്കാൻ ഒക്കാത്ത അവസ്ഥയായിരുന്നു നേരത്തെ. LDF ഗവൺമെൻറ് വന്നതിന് ശേഷം കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തിയതാണ്. ഇപ്പോഴേ ഇതേ അവസ്ഥയിലേക്ക് തിരിച്ചു പോകും. കാരണം സ്ത്രീകളെല്ലാം വണ്ടികളും കൊണ്ടുവന്ന് റോഡിലേക്ക് വെച്ചിട്ട് കയറി ഫ്രീ ബസ്സിൽ കയറി പോകുന്നുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും 60 വയസ്സ് കഴിഞ്ഞ് ഫ്രീ ആയിട്ട് കൊടുക്കുക. അതൊരു നല്ല കാര്യമാണ്. എല്ലാവർക്കും കൊടുക്കണം. അല്ല സ്ത്രീകൾക്ക് മാത്രം 1.5 ലക്ഷം 2 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് പോകണമെന്ന് പറഞ്ഞാൽ അവർ ഫ്രീ ആയിട്ടാണ് പോണത്. അത് നല്ല കാര്യമല്ല. അപ്പോൾ ഈ പ്രിയദർശിനി യാത്രയ്ക്ക് ഒരു ലിമിറ്റ്, അല്ലെങ്കിൽ അതിനൊരു ലിമിറ്റ് ആക്കണമെന്നാണ്. അതിന് ലിമിറ്റ് ഉണ്ടാക്കണം. പെണ്ണുങ്ങൾക്കും ഫ്രീ ആയിട്ട് വേണം. അവർക്ക് സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കം നിൽക്കുന്ന പെണ്ണുങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണം. അതൊരു കാർഡ്, ഞങ്ങളുടെ അഭിപ്രായത്തിൽ കൺസെഷൻ കാർഡ് പോലെ കാർഡ് ഉണ്ടാക്കി 60 വയസ്സിന് മുകളിലുള്ളവർക്ക് പുരുഷന്മാരെയും സ്ത്രീകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പരിഗണിച്ചുകൊണ്ട് അവർക്ക് യാത്രാ സൗകര്യം കൊടുത്താൽ നന്നായിരിക്കും. മാസമാവാറായി, അതിന്റെ ഇടയ്ക്കുള്ള ഒരു അഭിപ്രായം ഒന്ന് പറയാം. അഭിപ്രായം കുഴപ്പമില്ല, മെച്ചമില്ല, തീരെ ഇതും അല്ല, അത്ത രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. പൊതുവേ നമ്മുടെ പ്രതിപക്ഷവും മറ്റു അംഗങ്ങളും ഒക്കെ പറയുന്നത് VD സതീശൻ കൂടെ കള്ളം പറയുന്നു എന്ന് പറയുന്നുള്ളൂ. അതൊക്കെ രാഷ്ട്രീയമല്ലേ, അതൊക്കെ പറയും. കള്ളവും പറയും, നല്ലതും പറയും. അത് എല്ലാ രാഷ്ട്രീയക്കാരും പറയും. അതുപോലെ തന്നെ നേരത്തെ നമ്മുടെ ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ, അദ്ദേഹം വാഹനങ്ങൾ ഒരുപാട് അകമ്പടിയോട് കൂടിയാണ് യാത്ര ചെയ്തത്. ഇപ്പോൾ അത് വളരെ ചുരുങ്ങിയ ലെവലിലാണ്. അതിനെക്കുറിച്ച് അത് മുഖ്യമന്ത്രിയല്ലേ, അദ്ദേഹത്തിന്റെ വെയിറ്റ് ആ രീതിയിലായിരിക്കും, ഇദ്ദേഹത്തിന്റെ വെയിറ്റ് ഈ രീതിയിലായിരിക്കും. രണ്ടുപേർക്കും രണ്ടുപേരല്ലേ. VD സതീശൻ എന്ന് പറഞ്ഞത് എസ്കാർട്ടൊന്നും വേണ്ട, അല്ലാതെ വാഹനങ്ങൾ അകമ്പടികളൊന്നും വേണ്ട, അല്ലാതെ പോകാമെന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം വാഹന അകമ്പടിയോടെയാണ് പോകുന്നത്. കാര്യം ഒരു മുഖ്യമന്ത്രി നിലയ്ക്ക് അത് ആവശ്യമാണ്. അല്ല, എന്നാലും നേരത്തെ മുഖ്യമന്ത്രി ഏകദേശം ഒരു 5-6 വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ആ സ്ഥാനത്ത് ഇപ്പോൾ എനിക്ക് 1-2 വാഹനമല്ലേ ഉള്ളൂ. അത് ചെയ്യുന്നത് നല്ല കാര്യമല്ലേ. ഒരു മുഖ്യമന്ത്രി ആവുമ്പോൾ അത് ചെയ്യുന്നത് നല്ല കാര്യമാണ്. അദ്ദേഹം 6 വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നു, ഇദ്ദേഹം 3 വണ്ടിയിലാണ്
ഉപയോഗിക്കുന്നത്. അത് നല്ല കാര്യം തന്നെ. അപ്പൊ എന്തായാലും ഞാൻ ഇതിന്റെ ഇടയിൽ കൂടെ ഒരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ, ഇത് ആരാ പൈസ? ജനങ്ങളെ പൈസ, ഈ ജനാഗ്രഹ ആരാ പൈസ? ഈ ദൂർത്തടിക്കുന്ന പണം അത്രയും ജനങ്ങളുടെ പൈസയാണ്. 20 മാസ കാലയളവിലെ വിലയിരുത്തൽ നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് ആഡംബരം കുറവുണ്ട്. ആഡംബരം കുറവുണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല രീതിയിൽ ഭരിക്കട്ടെ നമ്മള്. ഓക്കെ, അല്ല 3 മാസമല്ലേ ആയുള്ളൂ, ഉണ്ടല്ലോ. ആഡംബരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പിന്നീട് അറിയാം. ഇതുവരെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഈ പ്രിയദർശിനികളെ മാറ്റം വരുത്തണം. ഞങ്ങൾ ഒരുപാട് മാറ്റം വരുത്തും എന്ന് പറഞ്ഞിട്ട് മാറ്റങ്ങളൊന്നും ഇതുവരെ ആയിട്ടില്ല. നമ്മുടെ പുതിയ ഭരണം, പൂക്കി മുഖ്യമന്ത്രി വി ഡി സതീശൻ, അദ്ദേഹത്തിനെ കുറിച്ച് എന്താ അഭിപ്രായം? വളരെ മോശമായിട്ട് അഭിപ്രായമാണ്. അങ്ങനെ മോശമെന്ന് പറയാൻ, പെട്ടെന്ന് അങ്ങനെ മോശമെന്ന് പറയാൻ എടുത്തു പറയത്തക്ക എല്ലാ കാര്യങ്ങളിലും പുള്ളി വളരെ ഒരു സ്ഥലത്ത് സ്വാധീനം ചെലുത്തിയിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഒരു സ്ഥലത്തും. ഏതൊക്കെ കാര്യത്തിലാണ് അദ്ദേഹം സ്വാധീനം ചെലുത്തിയില്ല എന്നാണ് നമ്മുടെ ഈ മത്സ്യബന്ധന അപകടം സംഭവിച്ചു. എന്താ അവിടെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്? യാതൊരുവിധ കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടില്ല. അത് ഞാനൊരു രാഷ്ട്രീയ പാർട്ടി വിശ്വസിക്കുന്നതാണ്. പക്ഷെ സുരേഷ് ഗോപിയെ നമ്മൾ ഉയർത്തിപ്പറയണതല്ല. അദ്ദേഹം ചെയ്യേണ്ട കാര്യം അദ്ദേഹം വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ വെളിപ്പാട് നിർമ്മിച്ച് അവിടെ ബാക്കിയുള്ള സംവിധാനം, അമ്മേര സങ്കടം, അമ്മ അത്രയും സങ്കടപ്പെട്ടാണ് അമ്മ പറഞ്ഞത് എൻ്റെ മകനെ രക്ഷിക്കണം. ആ വാക്ക് അദ്ദേഹം പാലിക്കുകയും ചെയ്ത് അതേപോലെ ചെയ്യുകയും ചെയ്തു. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കാര്യം എടുത്ത് നോക്കിയാലും ശരി തന്നെ വളരെ മോശപ്പെട്ട ഭരണമാണ്. കഴിഞ്ഞ പ്രാവശ്യക്കാളും ഭരണം വളരെ മോശമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സർക്കാരിനോട് പറയുവാൻ എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ല, എല്ലാ മേഖലകളിലും നല്ല മെച്ചപ്പെടുത്തി കൊണ്ടുവരണം. എല്ലാ കാര്യങ്ങളിലും. ഇപ്പം വിദ്യാഭ്യാസമായിരുന്നാലും ശരി തന്നെ, വികസന കാര്യമായിരുന്നാലും ശരി തന്നെ, ഏത് കാര്യം ഉണ്ടായിരുന്നാലും അത് മെച്ചപ്പെടുത്തി കൊണ്ടുവരിക. അപ്പം നേരത്തെ ഇരുന്ന മുഖ്യമന്ത്രി ഇവിടെ കാണിച്ച കോലാഹലങ്ങളൊക്കെ ജനങ്ങൾ കണ്ടതാണ്. അത് കണ്ടാണ് ജനങ്ങൾ പുതിയ ആളിനെ തിരഞ്ഞെടുത്തത് തന്നെ. അപ്പം നല്ലൊരു മാറ്റം ഇവിടെ ഉണ്ടാവണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പ്രിയദർശിനി സർവീസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? പെണ്ണുങ്ങൾ മാത്രം പോയാൽ മതിയാ? ആണുങ്ങൾക്ക് ഇതേപോലെ സംവിധാനം ചെയ്ത് കൊടുക്കണ്ടേ? ആണുങ്ങൾ കൂടെ അല്ലേ വോട്ടിട്ട് ജയിപ്പിച്ചത്? പെണ്ണുങ്ങൾ മാത്രമാണ് ജയിപ്പിച്ചത്. അപ്പം അവർക്ക് എന്തെങ്കിലും സംവിധാനം ചെയ്ത് കൊടുക്കണം. ഈ ഇവിടെ ആണുങ്ങളെ മാറ്റി നിർത്തിയിട്ട് പെണ്ണുങ്ങൾക്ക് മാത്രം ഒരു സംഗതി ചെയ്ത് ശരിയായിട്ടുള്ള കാര്യമല്ല. അപ്പൊ എന്തായാലും ഞാനൊരു കുസൃതി ചോദ്യം ഇതിന്റെ ഇടയിൽ കൂടെ ചോദിക്കട്ടെ, നമുക്കൂടെ ഫ്രീ ആക്കിയാലേ? നമുക്ക് ഫ്രീ ആക്കിയാൽ സന്തോഷം. ഫ്രീ ആക്കിയാലേ ഫ്രീ ആക്കിയ ആളുകളെ കൊല്ലും. ആൾക്കാർ മടിയരായി പോവും. ഇദ്ദേഹം പറഞ്ഞ പോലെ എനിക്കൊരു അഭിപ്രായം, അർഹതയുള്ളവർക്ക് കൊടുക്കുക. ഇത് ശമ്പളമൊക്കെ വളരെ വാങ്ങിക്കണം, സ്ത്രീകളെ കൊടുക്കേണ്ട. നല്ല സാധാരണ വരുമാനമില്ലാത്ത സാധാരണ ആളുകൾ കൊടുക്കുന്നത് നല്ലതാണ്. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഭരണപരിഷ്കാരങ്ങൾ എങ്ങനെയുണ്ട് എന്നായിരുന്നു നമ്മുടെ ജനങ്ങളിലൂടെ എന്ന ഇതിലൂടെ ഞങ്ങൾ ജനങ്ങളോട് ചോദിച്ചത്. എന്തായാലും പലരിൽ നിന്നും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ് കേൾക്കുവാൻ സാധിച്ചത്. പ്രധാനപ്പെട്ടത് പറഞ്ഞ 3 മാസ കാലയളവ് അല്ലേ ആയോളൂ. പിന്നെ നമ്മുടെ പ്രിയദർശിനി ബസ് സർവീസ്, ഇങ്ങനെയുള്ള നിരവധി അതിലെ പോരായ്മകളും മറ്റ് വിഷയങ്ങളും അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ പല ഭരണപരിഷ്കാരങ്ങളും ഇനി കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ട് എന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. എന്തായാലും ജനങ്ങളിലൂടെ എന്ന പ്രോഗ്രാം ഇന്നിവിടെ അവസാനിക്കുന്നു. മറ്റൊരു പ്രോഗ്രാമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.